റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ അദ്ദേഹം വളരെ നന്നായി സംസാരിക്കുന്ന പല വിഷയങ്ങളിലും വളരെ കൃത്യമായ നിലപാടുകൾ എടുക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. പക്ഷേ ചില വിഷയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റേത് ഇരട്ടത്താപ്പുകൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ചില നിലപാടുകളാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അത്തരത്തിലുള്ള ചില കാര്യങ്ങളെ വീഡിയോ സഹിതം തന്നെ പരിശോധിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള നിലപാടുകളുടെ കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം മാധ്യമപ്രവർത്തന രംഗത്തേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഒരു എസൻസ് പോലെയുള്ള നിരീശ്വരവാദ സംഘടനകളിൽ ഒരു എത്തീസ്റ്റ് അപ്പോളജിസ്റ്റായിട്ട് തന്നെ പ്രസംഗിക്കുകയും ഡിബേറ്റുകൾ നടത്തുകയും ചെയ്തുകൊണ്ട് നിരീശ്വരവാദത്തിനു വേണ്ടി തന്നെ സംസാരിച്ചു വരുന്ന ഒരു വ്യക്തിയായിരുന്നു. നിരീശ്വരവാദത്തിനു വേണ്ടി സംസാരിക്കുന്നു, നിരീശ്വരവാദിയാണ് എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും വ്യക്തികൾ ഇരട്ടത്താപ്പുള്ളവരാകും അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഫണ്ടമെൻ്റലിസം, ഒരു എത്തീസ്റ്റിക് ഫണ്ടമെൻ്റലിസം എന്ന രൂപത്തിൽ ഉള്ള ചില ചിന്താഗതികളാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഇത്രമേൽ വൾഗറാക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് ഞാൻ വെറുതെ ഒരു ആരോപണമായി പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചില സംസാരങ്ങൾ, പ്രത്യേകിച്ചും ഞാൻ ആദ്യമായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് CA-NRC വിഷയങ്ങളുണ്ടായി, അല്ലെങ്കിൽ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളുണ്ടായി. ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ ഇവിടെയുള്ള മതേതരത്വവും എല്ലാം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും, മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഹൈന്ദവരും നിരീശ്വരവാദികളും എല്ലാവരും അതിനെ എതിർത്തു മുന്നോട്ട് വന്നു എന്നുള്ളതൊരു സ്വാഭാവികമായി സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അന്ന് ഉണ്ടായിട്ടുള്ള ചില സംസാരങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ട് ഭരണഘടനാ വിരുദ്ധമാണ് ഈ പൗരത്വ ഭേദഗതി വിഷയം അല്ലെങ്കിൽ ആ നിയമം എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എതിർക്കണം എന്നുള്ള ഒരു വളരെ പ്രബലമായിട്ടുള്ളൊരു അഭിപ്രായമുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ചില മറുവാദങ്ങളാണ്. ഭരണഘടനയെ നമ്മൾ തീർച്ചയായും ഉയർത്തിപ്പിടിക്കണം, അതിൻ്റെ കൂടെ തന്നെ എന്തുകൊണ്ടാണ് ഈ വിഷയം ഉണ്ടായത്, എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു അവസ്ഥയുണ്ടായത്, അവരുടെ സ്വത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണത്, മുസ്ലിമായി ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ സ്വത്വം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതും ഈ സമരങ്ങളുടെ ഭാഗമാണ് എന്നുള്ള ഒരു അഭിപ്രായം വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അഭിപ്രായം ഈ അരുൺകുമാറിനോട് അദ്ദേഹത്തിൻ്റെ ഒരു സദസ്സിൽ ഒരു പെൺകുട്ടി, ഒരു തട്ടമിട്ട ഒരു മുസ്ലിം പെൺകുട്ടി ഇങ്ങനെ സ്വത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരങ്ങളും ആവശ്യമാണ് എന്ന രൂപത്തിലുള്ളൊരു അഭിപ്രായം മുന്നോട്ട് വെക്കുകയാണ്. അതിനോട് അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ആ പ്രതികരണത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടത്. ഒരു രാഷ്ട്രീയപരമായി, നയപരമായി അല്ലെങ്കിൽ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിയോജിപ്പ് ഒരു വ്യക്തി ഉയർത്തുകയാണ്. ആ വിയോജിപ്പ് ഉയർത്തുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹം അതിനോട് പ്രതികരിക്കുന്നത്, എവിടേക്കാണ് അദ്ദേഹം എത്തിപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം. All these are in the private domain, not in the public political domain. That means if I have only one my master, one God state, no, I won't believe that. അത് ഇസ്ലാം രാഷ്ട്രമാണെങ്കിലും മൗദൂദി രാഷ്ട്രമാണെങ്കിലും അത് ഹിന്ദു രാഷ്ട്രമാണെങ്കിലും that is basically a theocratic state. You speak about minority in a theocratic state? You speak about, you believe that a state should be ruled by a god and still minority should be there? What is the logic? നിങ്ങൾ ഒന്നുകിൽ മതത്തെ കളിപ്പിക്കുന്നു. മതരാഷ്ട്രത്തിൽ നിങ്ങൾക്ക് മൈനോറിറ്റി സ്റ്റാറ്റസ് വേണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മതവിശ്വാസം ഏതെങ്കിലും ഒരു മതരാഷ്ട്രത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ മതത്തെ നിങ്ങൾ കളിപ്പിക്കുന്നു. അപ്പോൾ അവർ ഈ പെൺകുട്ടി ഒരിക്കലും ഏതെങ്കിലും മതരാഷ്ട്രം വേണം എന്നൊന്നുമല്ല ആവശ്യപ്പെട്ടത്. ഈ സ്വത്വമാണ് പ്രശ്നം, ഐഡൻറ്റിറ്റിയാണ് പ്രശ്നം. ആ ഐഡൻറ്റിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സമരങ്ങളുടെ ഭാഗമാകണം എന്ന ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ആ അഭിപ്രായത്തോട് യോജിക്കാം, വിയോജിക്കാം. പക്ഷെ അതിൻ്റെ പേരിൽ അങ്ങനെ ഒന്ന് അഭിപ്രായം പറയുമ്പോഴേക്ക് അവരെ മതരാഷ്ട്രം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അവർ എന്തോ മതരാഷ്ട്രത്തിന് വേണ്ടി വാദിച്ചു എന്ന് വരുത്തി തീർക്കുകയാണ്. ആയിക്കോട്ടെ, അങ്ങനെ അത്തരത്തിലുള്ളൊരു അഭിപ്രായം പറഞ്ഞു, അങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ തോന്നി, അത് പറഞ്ഞു എന്നുള്ളതും വളരെ സ്വാഭാവികമായിട്ട് നമുക്കിപ്പോൾ തൽക്കാലം വിചാരിക്കാം. എന്നിട്ട് അദ്ദേഹം അടുത്തതായി പോകുന്നത് എവിടേക്കാണ്? What does your religion say? The religion says in Pakistan, no other religion as per Quran. മനസ്സിലായില്ലേ? അദ്ദേഹം നേരെ പാകിസ്ഥാനിലേക്ക് എത്തി. പാകിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നത്? ഖുർആൻ പ്രകാരം മറ്റ് മതങ്ങളൊന്നും പാടില്ല. ഇത് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇദ്ദേഹം പറയുന്നത് പാകിസ്ഥാനിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനെ വിമർശിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഇവിടെ ചോദിക്കുന്ന ഒരു ഇന്ത്യൻ പൗരയായ ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ചോദിക്കുന്നത്. പാകിസ്ഥാനുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ളത് എനിക്കറിയില്ല. ആയിക്കോട്ടെ, നമുക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് അതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങളുള്ള, ഒരുപാട് എതിർപ്പുകളുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് പാകിസ്ഥാനെ വിമർശിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പാകിസ്ഥാൻ അത് ചെയ്യുന്ന എന്താണ്? ആസ് പെർ ഖുർആൻ്റെ പ്രകാരം മറ്റ് മതങ്ങളൊന്നും പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം പറയുന്നത്? വിഷയം ഇതൊന്നും അല്ല കേട്ടോ. ഖുർആൻ എന്താണ് പറയുന്നത്, പാകിസ്ഥാനിൽ എന്താണുള്ളത്, ഇതൊന്നുമല്ല ചോദ്യം. സ്വത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിന്നെ പൗരത്വ സമരങ്ങളുടെ ഭാഗമാകുക എന്നുള്ള ഒരു വിഷയമാണ്. അതിനോട് പ്രതികരിച്ച് പാകിസ്ഥാനിലെത്തി, ഖുർആനിലേക്കെത്തി. എന്നിട്ട് ഖുർആനിൽ എന്താണുള്ളത് എന്ന് അദ്ദേഹം തന്നെ, പാകിസ്ഥാനൊക്കെ പറഞ്ഞതും നമുക്ക് മനസ്സിലാക്കാം, അതും കഴിഞ്ഞ് ഖുർആനിലേക്ക് എന്താണുള്ളത് എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുന്നത് കേട്ടോളൂ. Tell me, what is the punishment for others believing in other religion in Quran? What is the punishment for them? കണ്ടില്ലേ? ടെൽ മീ, നിങ്ങൾ പറയൂ, ഖുർആൻ പ്രകാരം മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവർക്കുള്ള പണിഷ്മെൻ്റ് എന്താണ്?
ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു എത്ര ഉത്തരവാദിത്തമില്ലാതെയാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്നത്. ബഹുമാന്യനായ അരുൺകുമാറിനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, താങ്കൾ ഉദ്ധരിക്കണം ആ ഖുർആൻ വചനം. ഏതാണ് ആ ഖുർആൻ വചനം? എവിടെയാണ് മറ്റ് മതങ്ങളിൽ വിശ്വസിക്കാൻ പാടില്ല, അങ്ങനെ ചെയ്താൽ അത് പണിഷ്മെൻ്റ് ഉണ്ടാകും എന്ന് ഖുർആനിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് വിശദീകരിക്കാൻ അരുൺകുമാറിന് ബാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തി ഇത് കേൾക്കുന്നവരൊക്കെ എന്താ മനസ്സിലാക്കുക, ആ ഖുർആനിൽ മറ്റ് മതങ്ങളിൽ വിശ്വസിച്ചാൽ ശിക്ഷയുണ്ട് എന്ന് പറയുന്നു എന്ന് വരുത്തി തീർക്കുന്ന, അത്തരത്തിൽ നേരിട്ട് പറയുന്ന ഒരു എത്തീസ്റ്റ് അപ്പോളജിസ്റ്റായി അദ്ദേഹം മാറുകയാണ്. അതിൽ കുഴപ്പമില്ല, ഒരു എത്തീസ്റ്റ് അപ്പോളജിസ്റ്റ് ആവുന്നതിൽ പ്രശ്നമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു തറ നിലവാരത്തിലുള്ള ഒരു എത്തീസ്റ്റ് അപ്പോളജിസ്റ്റായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം വിശദീകരിക്കേണ്ടതുണ്ട് എന്താണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്, മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരൊക്കെ എന്ത് ചെയ്യണമെന്നാണ്. താങ്കൾ പറഞ്ഞു പോയല്ലോ, ചോദ്യം ചോദിച്ചു പോയല്ലോ, എന്ത് ചെയ്യണമെന്നാണ് എന്നുള്ളത് താങ്കൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഞങ്ങളൊക്കെ പഠിച്ച ഖുർആനുണ്ട്, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലുക്കും ഫിദ്ദീൻ വലം യുഖ്രിജുക്കും മിൻ ദിയാരിക്കും അൻ തബർറുഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ഇതാണ് ഞങ്ങൾ പഠിച്ച ഖുർആൻ. അതായത് നിങ്ങളുടെ യുദ്ധം ചെയ്യാൻ വരാത്ത, നിങ്ങളുടെ വീടുകളിൽ നിന്നും പുറത്താക്കാത്ത മുസ്ലിങ്ങളല്ലാത്ത ആളുകളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയാണ്, അൻ തബർറുഹും വതുഖ്സിതു ഇലൈഹിം. നിങ്ങളുടെ യുദ്ധം ചെയ്യാൻ വരാത്തവരോട്, അങ്ങനെയുള്ള അമുസ്ലിങ്ങളായ ആളുകളോട്, മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരോട് നിങ്ങൾ നന്മ ചെയ്യണം, അവരോട് നീതിപൂർവ്വം വർത്തിക്കണം. അങ്ങനെ നീതിയോടുകൂടി വർത്തിക്കുന്നവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിൽ, ഞങ്ങളൊക്കെ പഠിച്ച വിശുദ്ധ ഖുർആനിൽ അങ്ങനെയുള്ളത്. ഇനി അരുൺകുമാർ പഠിച്ച ഈ നിരീശ്വരവാദ ക്യാമ്പുകളിൽ പഠിപ്പിച്ച വേറെ ഏതെങ്കിലും ഖുർആൻ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം പറയേണ്ടതുണ്ട്. ആലോചിച്ച് നോക്കുക, ഒരു പക്ഷേ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും യുദ്ധ സന്ദർഭത്തിൽ, അല്ലെ, യുദ്ധക്കളത്തിൽ വെച്ച് എതിരാളിയെ കൊല്ലണം, കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നൊക്കെ പറഞ്ഞ ഏതെങ്കിലും വാചകമായിരിക്കാം, എനിക്കറിയില്ല. യുദ്ധക്കളത്തിൽ പിന്നെ വെട്ടിക്കൊല്ലല്ലാതെ കെട്ടിപ്പിടിക്കുന്ന പരിപാടി എന്തായാലും എനിക്കറിയില്ല. ഇന്ത്യൻ പട്ടാളക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ പട്ടാളക്കാർ അങ്ങനെ ചെയ്യുമോ എന്നെനിക്കറിയില്ല. പക്ഷേ വിശുദ്ധ ഖുർആനിൽ മറ്റു മതത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ എന്തോ പണിഷ്മെൻ്റ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതെന്താണ് എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കേണ്ടതുണ്ട്. ഇതാരെക്കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്? ഏത് സംസ്കാരത്തെയും ഏത് മതത്തെക്കുറിച്ചുമാണ് ഇദ്ദേഹം ഇത്ര വലിയ നുണ പറയുന്നത്? ഇസ്ലാമിക ചരിത്രം എന്ന് പറയുന്നത് 14 നൂറ്റാണ്ടുകളായി ലോകത്ത് ഇസ്ലാമുണ്ട്, ഇസ്ലാമിക ഖിലാഫത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഇസ്ലാമിക രാജ്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് മുസ്ലിം രാജ്യങ്ങൾ, അദ്ദേഹം പാകിസ്ഥാൻ മാത്രമേ കാണുള്ളൂ, സൗദിയും അതുപോലെ തന്നെ UAE-യും അതുപോലെ തന്നെ ഒമാനും ഖത്തറും അടങ്ങുന്ന GCC രാജ്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ള ഹൈന്ദവരും ക്രൈസ്തവരും ഒക്കെ പോയി ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റു മതത്തിൽ വിശ്വസിക്കാൻ പാടില്ല, അവരൊക്കെ പിന്നെ ഖത്തർ കഴിയുമ്പോൾ അല്ലെങ്കിൽ സൗദിയുടെ ആ പിന്നെ വ്യോമാതിർത്തി കഴിയുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മുസ്ലിം ആയിക്കൊണ്ടാണോ അവിടേക്ക് പോകുന്നത്? എനിക്കറിയില്ല. അദ്ദേഹം എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഇദ്ദേഹം ഒരുപക്ഷെ GCC രാജ്യങ്ങളിൽ പോയിരിക്കാൻ സാധ്യതയുണ്ട്. ഇദ്ദേഹം അവിടെ മുസ്ലിം ആയിക്കൊണ്ടാണോ പോയത്? പോട്ടെ, ഈ കാലത്തുള്ളത് വേണ്ട, മുൻകാലത്ത് തന്നെ, ഖിലാഫത്തിൻ്റെ കാലത്ത് തന്നെ ചരിത്രത്തിൽ അമുസ്ലിങ്ങളായ ചരിത്രകാരന്മാർ പോലും രേഖപ്പെടുത്തുന്നത് മുസ്ലിങ്ങളും ക്രൈസ്തവരും ജൂതന്മാരും ഏറ്റവും നന്നായി എക്സിസ്റ്റ് ചെയ്തത്, ഒരുമിച്ച് ജീവിച്ചത്, പാരസ്പര്യത്തോടു കൂടി ജീവിച്ചത് ഇസ്ലാമിക ഖിലാഫത്തിന് കീഴിലാണെന്ന്. ഏതുവരെ ചോദിച്ചാൽ ക്രൈസ്തവ നാടുകളിൽ നിന്നും ജൂതന്മാരെ ആട്ടിയോടിച്ചതിൻ്റെ പേരിൽ മുസ്ലിം ഖിലാഫത്തിന് കീഴിലുള്ള ഇസ്ലാമിക സാമ്രാജ്യത്തിന് കീഴിലുള്ള ജൂതന്മാർ, അതിന് പുറത്തുള്ള ജൂതന്മാർക്ക് കത്തെഴുതിയ റബ്ബിമാർ പോലും കത്തെഴുതിയത് പോലും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി നിങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കാൻ സാധിക്കുമെന്ന്. അങ്ങനെയുള്ള ഒരു സംസ്കാരം പഠിപ്പിച്ച ഒരു വേദഗ്രന്ഥത്തെക്കുറിച്ച്, ഒരു മതത്തെക്കുറിച്ച് നട്ടാൽ മുളക്കാത്ത ഒരു വളരെ നിലവാരത്തിലുള്ള എത്തീസ്റ്റ് അപ്പോളജിസ്റ്റായി അരുൺകുമാർ മാറുകയാണ്. എന്നിട്ട് അതിന് ശേഷം പറയുന്ന കാര്യങ്ങൾ കേട്ടുള്ളൂ. Tell me, what is the punishment for the person who is not obeying correct? No, tell me, let me know. What is the punishment for not disobeying Allah? Tell me that. അപ്പോൾ ദൈവത്തെ അനുസരിക്കാതിരുന്നാൽ എന്താണ് പണിഷ്മെൻറ്റ്? അദ്ദേഹം എന്തിനെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇസ്ലാമിൻ്റെ നിയമങ്ങൾ മുസ്ലിങ്ങളല്ലാത്തവരും അനുസരിക്കണം എന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇസ്ലാം അനുസരിക്കുന്നവർക്കുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ. അത് അനുസരിക്കുക എന്നുള്ളത് പരലോക വിജയത്തിന് പിന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ വ്യക്തികളായ ആളുകൾക്ക് പലതരത്തിലുള്ള പല കൽപ്പനകളും അനുസരിക്കാതെ വരും, അല്ലെങ്കിൽ അനുസരിക്കാൻ പറ്റാതെ വരും. ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്ന അത് ഓരോ വ്യക്തികളുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയമാണ്. അതിനെന്തെങ്കിലും പണിഷ്മെൻ്റ് ഉള്ളതായിട്ട് ഞാൻ അറിയില്ല. എന്നാൽ അതേ സമയത്ത് സാമൂഹികമായ വിഷയങ്ങളുണ്ട്, വ്യഭിചാരം, മോഷണം, കൊള്ള, കൊല, ഇങ്ങനെയുള്ള വിഷയങ്ങളാണെങ്കിൽ കോടതികൾ മുഖേന, എല്ലാ രാജ്യങ്ങളിലും കോടതികൾ ഉണ്ടാകുന്നത് പോലെ തന്നെ മുസ്ലിം രാജ്യങ്ങളിലും കോടതികൾ ഉണ്ടാകും. കോടതികൾ മുഖേന നടപ്പിലാക്കേണ്ടുന്ന നിയമങ്ങളുണ്ട്. അതാണോ ഇദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. മോഷണം നടത്തിയവരെ ശിക്ഷിക്കും, അതുപോലെ തന്നെ വ്യഭിചാരം നടത്തിയവരെ ശിക്ഷിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ശിക്ഷയുണ്ട്. അത് എങ്ങനെയാണ് ഒരു പ്രശ്നമായി മാറുന്നത്? അതാണോ ഇദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അതല്ല, മുസ്ലിങ്ങളല്ലാത്തവരും ഇസ്ലാമിൻ്റെ നിയമം അനുസരിക്കണം എന്നാണോ ഇദ്ദേഹം ഉദ്ദേശിച്ചത്? അങ്ങനെ ഒരു സംഭവമില്ല.
ഇസ്ലാമിക രാജ്യങ്ങളിൽ ഓരോ മതക്കാർക്കും അവരുടേതായ വ്യക്തി നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ വേദഗ്രന്ഥം അനുസരിച്ചാണ് അവർക്ക് വിധിക്കുക പോലും. ഇത് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു അമുസ്ലിമിനെ കൊണ്ട് അത്തരത്തിൽ നിർബന്ധിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നുള്ളത് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയാണ്. ആരെയും നിർബന്ധിച്ചുകൊണ്ട് മതം അനുഷ്ഠിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മതത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അത്തരത്തിലുള്ള ഫോഴ്സ് കൺവേർഷൻ ഒരിക്കലും പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ അധ്യാപനമാണ്. ഇതായിരിക്കെയാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള നുണകൾ പറയുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം അടുത്തതായി ഇങ്ങനെ ഖുർആനിനെ പറ്റി ഒരുപാട് നുണകൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം അടുത്തതായി പോകുന്നത് എവിടേക്കാണെന്ന് നോക്കാം. Then you are speaking, that's an individual concern only. Don't say it in the public. Don't propagate religion in the public. Don't propagate religion in the public. I'm against this because the constitution against. അപ്പോൾ അദ്ദേഹം പറയുന്നത് don't propagate the religion in the public. I'm against it because constitution is against it. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് നുണ പറയാൻ, ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച്. കാരണം ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ പബ്ലിക്കിൽ പരസ്യമായി മതം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഏത് കോൺസ്റ്റിറ്റ്യൂഷനിലാണുള്ളത്, ഏത് ആർട്ടിക്കിളിലാണുള്ളത്, അത് അദ്ദേഹം ഉദ്ധരിക്കട്ടെ. ഒന്നാമത് ഖുർആനിൻ്റെ പേരിൽ പറഞ്ഞ നുണ അദ്ദേഹം തെളിയിക്കട്ടെ. രണ്ടാമത് ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞ നുണ അദ്ദേഹം തെളിയിക്കട്ടെ. ഞങ്ങളൊക്കെ വായിച്ച ഒരു ഭരണഘടന ഉണ്ട്, അതിൽ ആർട്ടിക്കിൾ 25 പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഓൾ പേഴ്സൺസ് ആർ ഈക്വലി എൻറ്റൈറ്റിൽഡ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ദ റൈറ്റ് ഫ്രീലി ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ. ആർട്ടിക്കിൾ 25 നമ്മുടെ മൗലിക അവകാശമായിക്കൊണ്ട് നമ്മുടെ ഭരണഘടന പഠിപ്പിക്കുകയാണ്. റൈറ്റ് ഫ്രീലി ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ. റിലീജിയൻ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള റൈറ്റ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റാണ്. എവിടെയെങ്കിലും ഏതെങ്കിലും ആർട്ടിക്കിൾ എഴുതി വെച്ച് പോയതല്ല. ഫണ്ടമെൻ്റൽ റൈറ്റായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനെതിരാണ് റിലീജിയൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് എന്ന്. അപ്പോൾ എന്താണ് ഇത് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഒന്നുമില്ല. അദ്ദേഹം ഒരു എത്തീസ്റ്റ് ആയിക്കോട്ടെ, എത്തീസ്റ്റ് ആർക്ക് വേണമെങ്കിലും എത്തീസ്റ്റ് ആവാം, മുസ്ലിം ആവാം, ക്രൈസ്തവനാകാം, ഹിന്ദു ആവാം. പക്ഷേ താൻ മനസ്സിലാക്കുന്ന മതത്തെക്കുറിച്ചുള്ളൊരു ധാരണ ഉണ്ട്. മതം എന്ന് പറഞ്ഞാൽ മോശമാണ്, മതങ്ങളൊക്കെ ഒരു മോശം കാര്യമാണ്, അതിലൊക്കെ ഒരുപാട് തെറ്റുകളാണ്. ആയിക്കോട്ടെ, അദ്ദേഹത്തിന് അത് വിശ്വസിക്കാം. പക്ഷേ അതാണ് ഈ രാജ്യത്ത് നടപ്പിലാകേണ്ടത്. അതുകൊണ്ട് തന്നെ ആരും പബ്ലിക്കിൽ മതം ഉണ്ടാകാൻ പാടില്ല, പബ്ലിക്കിൽ മതത്തിൻ്റെ ചിഹ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല, പബ്ലിക്കിൽ പൊതു ഇടങ്ങളിൽ മതം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഒരു എത്തീസ്റ്റ് ഫണ്ടമെൻ്റലിസ്റ്റിൻ്റെ ഒരു ചിന്തയാണ്. ആ ചിന്തയാണ് അദ്ദേഹം അതുപോലെ ഛർദ്ദിക്കുന്നത്. ഒരു ന്യായവുമില്ലാതെ ഭരണഘടനയെക്കുറിച്ച് പോലും നുണ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ അദ്ദേഹം പറയാൻ. ഭരണഘടനയിൽ ഇങ്ങനെയല്ല ഉള്ളത്. ഭരണഘടനയിൽ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അത് ആചരിക്കാനും അത് പ്രചരിപ്പിക്കാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് ഫണ്ടമെൻ്റൽ റൈറ്റാണ് എന്നുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ളൊരു അദ്ദേഹത്തിൻ്റേതായ ഒരു നിരീശ്വരവാദ ചിന്ത, അത് നിരീശ്വരവാദ ചിന്ത ഒരു പ്രശ്നം പൊതുസമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നതല്ല, മറിച്ച് നിരീശ്വരവാദ ചിന്ത അനുസരിച്ച് തന്നെ ഈ സമൂഹം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന രൂപത്തിലൊക്കെ വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ചില സമയങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന തന്നെ ഒരു എത്തീസ്റ്റ് ഭരണഘടനയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് എത്തീസ്റ്റ് ഭരണഘടന? ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഭരണഘടനയാണ്. ഒരു എത്തീസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ലോകത്തെ ആദ്യത്തെ എത്തീസ്റ്റ് നേഷൻ എന്ന് പറയുന്നത് അൽബേനിയയാണ്. എത്തീസ്റ്റ് നേഷനായിട്ട് പ്രഖ്യാപിച്ച ആദ്യത്തെ രാജ്യം അൽബേനിയയാണ്. അവരെന്താ ചെയ്തത്? അവർ ഇത്തരം ചിന്തയായിരുന്നു. മതം പാടില്ല, മതം പബ്ലിക്കിൽ പാടില്ല, അതെല്ലാം നിരോധിക്കണം എന്ന ഇത്തരത്തിലുള്ള വളരെ തീവ്രമായ ചിന്തകളായിരുന്നു അവർക്കുണ്ടായിരുന്നു. അവിടെയുള്ള എൻവർ ഹോക്സയെ പോലെയുള്ള ആളുകൾ അവർ ചെയ്ത കാര്യം എന്താ വെച്ചാൽ മതം ഒരു നിലക്കും അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. വിശുദ്ധ ഖുർആനോ അല്ലെങ്കിൽ ബൈബിളോ അങ്ങനെ ഏതെങ്കിലും വേദഗ്രന്ഥങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ കണ്ടാൽ തന്നെ അവരെ പിടിച്ച് ജയിലിലിടുക. അതുപോലെ തന്നെ മദ്രസകളും പള്ളികളും അടച്ചുപൂട്ടുക. ഇങ്ങനെയുള്ള ഒരു തീവ്ര നിരീശ്വര ചിന്തകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതല്ല ഇന്ത്യ. ഇന്ത്യ ഒരിക്കലും അത്തരത്തിലുള്ള ഇദ്ദേഹം വിചാരിക്കുന്നത് പോലെയുള്ള ഒരു തീവ്ര നിരീശ്വരവാദ രാജ്യമല്ല. മറിച്ച് എല്ലാ മതത്തിലും, മുസ്ലിം ആണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും ഹിന്ദു ആണെങ്കിലും അവർക്ക് അവരുടെ മതമനുസരിച്ച് ജീവിക്കാം. അതനുസരിച്ച് തന്നെ അത് പ്രൊപ്പഗേറ്റ് ചെയ്യാം, അത് മറ്റുള്ളവരോട് പറയാം. ആർക്കെങ്കിലും മറ്റൊരു മതം സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം. ഇങ്ങനെയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അവിടെയാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള കുടുസായ ചിന്തകൾ കൊണ്ടുവരുന്നത്. ഈ ചിന്തകളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം പല വിഷയങ്ങളിലും നിലപാടുകൾ എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പൊരുത്തക്കേടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അത് വളരെ വ്യക്തമായി നമ്മൾ കാണുകയാണ്. ഹിജാബ് വിഷയം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഓരോരുത്തരുടെയും മൗലിക അവകാശമാണ് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ മതമനുസരിച്ച് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പം സ്കൂളുകളാകുമ്പോൾ അതിന് യൂണിഫോം ഉണ്ടാകും. ആ യൂണിഫോമിൻ്റെ ഭാഗമായി തന്നെ
യൂണിഫോമിൻ്റെ കളർ കോഡിനോടൊന്നും വിയോജിക്കാത്ത രൂപത്തിൽ തന്നെ തട്ടമിട്ട് പോവുക എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ഒരു മൗലികാവകാശമാണ്. നമ്മളെല്ലാവരും സ്കൂളിൽ പോയവരാണ്, തട്ടമിട്ടവരെയും കുറി തൊട്ടവരെയും കുരിശ് ധരിച്ചവരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത് വളരെ സ്വാഭാവികമായി നടക്കേണ്ട ഒരു കാര്യമാണ്. അത് നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ മൗലികാവകാശ നിഷേധമാണ് അവിടെ നടക്കുന്നത്. അത്തരത്തിലൊരു മൗലികാവകാശ നിഷേധം നടക്കുമ്പോൾ അത് തുടക്കത്തിൽ ഇദ്ദേഹം അതിനെ എങ്ങനെയാണ് ടേക്കപ്പ് ചെയ്തത് നമ്മളെല്ലാവരും കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഈ മതത്തിന് വിദ്യാഭ്യാസത്തേക്കാൾ പ്രാധാന്യം നൽകുന്നു എന്നാണ് ആ രക്ഷിതാവിന് ഇദ്ദേഹം ആക്ഷേപിച്ചത്. അദ്ദേഹം ഒരു മതഭ്രാന്തനെ പോലെയാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ആലോചിച്ച് നോക്കുക, എൻ്റെ മതം അനുസരിച്ച് എനിക്ക് ജീവിക്കണം, അതിൻ്റെ കൂടെ തന്നെ എനിക്ക് വിദ്യാഭ്യാസവും വേണം. ഇതിൽ ഏതെങ്കിലും വിദ്യാഭ്യാസം വേണ്ട എന്നല്ല പറഞ്ഞത്, മറിച്ച് എനിക്ക് ഭരണഘടന നൽകുന്ന അവകാശം അനുസരിച്ചുകൊണ്ട് തന്നെ എനിക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശമുണ്ട് എന്നാണ് അവിടെ പറഞ്ഞത്. അതിൻ്റെ പേരിൽ എന്താ മതത്തിന് വിദ്യാഭ്യാസത്തേക്കാൾ പ്രാധാന്യം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ കുടുസായ നിരീശ്വര ചിന്തകളടക്കം വരുന്നതാണ് ഇതിൻ്റെ പ്രശ്നം. അതിനുശേഷം പിന്നെ പൊതുസമൂഹവും അതുപോലെ തന്നെ ഈവൻ ലിബറലുകളായ ആളുകളടക്കം ഈ ഹിജാബ് വിഷയത്തിൽ ആ പെൺകുട്ടിയുടെ അവകാശത്തിൻ്റെ കൂടെയാണ്, അത്തരത്തിലുള്ളൊരു വളരെ കുടുസായ ഈ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ കൂടെയല്ല എന്ന് പൊതുസമൂഹം അങ്ങനെയൊക്കെ ആണെന്ന് മനസ്സിലായപ്പോൾ ഇദ്ദേഹവും പിന്നെ പതിയെ നിലപാടുകൾ മാറ്റിക്കൊണ്ട് ആ അവകാശത്തിന് വേണ്ടി സംസാരിക്കുന്ന രൂപത്തിലേക്കൊക്കെ പിന്നെ വന്നത് നല്ല കാര്യം. പക്ഷേ ആദ്യം അദ്ദേഹത്തിൻ്റെ നിലപാട് വരുന്നത് ഈ ഒരു ബേസിൽ നിന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തോട് വളരെ ബഹുമാനപൂർവ്വം തന്നെ പറയാനുള്ളത്, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബഹുസ്വര രാഷ്ട്രമാണ്. അവിടെ എല്ലാവർക്കും അവരുടെ മതം സ്വീകരിക്കാനും ആചരിക്കാനും അത് പബ്ലിക്കിലടക്കം പ്രൊപ്പഗേറ്റ് ചെയ്യാനുമുള്ള അവകാശമുള്ള രാജ്യത്ത് വന്നിട്ട് ഇത്ര കുടുസായ നിരീശ്വര മൗലികവാദ ചിന്തകളല്ല നമ്മൾ പ്രചരിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹത്തോട് വളരെ ബഹുമാനത്തോടു കൂടി പറയാനുള്ളത്. അങ്ങനെ ആ ഒരു ചിന്തയാകുമ്പോഴാണ് മറ്റുള്ളവരെ ഒന്നും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അദ്ദേഹം മനസ്സിലാക്കുന്നത്, മുസ്ലിം അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറയും ഇദ്ദേഹത്തെ പോലെ ചിന്തിക്കുന്ന എൻ്റെ ആശയം അതിന് വിരുദ്ധമായി ഒന്നും ഇവിടെ പാടില്ല എന്ന് ചിന്തിക്കുന്നവരാണ് വിശ്വാസികളും എന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഏകദൈവ വിശ്വാസിയായ മുസ്ലിമാണ്. എന്നാൽ ബഹുദൈവ വിശ്വാസം അതിൽ വിശ്വസിക്കുന്ന ആളുകളും ഇവിടെ ഉണ്ട്. അവരോട് വിശ്വാസപരമായി ഒരു നിലക്കും എനിക്ക് യോജിക്കാൻ സാധിക്കില്ലെങ്കിലും അത് അവരുടെ വിശ്വാസമാണ്, അത് അവരെ അനുസരിച്ച് ജീവിക്കും. ഒരു ബഹുദൈവ വിശ്വാസിയായ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും ഏകദൈവ വിശ്വാസമായിട്ടുള്ള അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു ഇസ്ലാമിനെ അവർ അംഗീകരിച്ചോളണമെന്നില്ല, ആശയപരമായി അംഗീകരിച്ചോളണമെന്നില്ല. പക്ഷേ ഇവിടെയുള്ള മുസ്ലിങ്ങളും ഉണ്ട്, അവർക്ക് തട്ടുണ്ട്, അവർക്ക് തൊപ്പി ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടേതായ മതചിഹ്നങ്ങൾ ഉണ്ടാവും. അത് അവരായിക്കോട്ടെ, അവർ പള്ളിയിൽ പോയിക്കോട്ടെ എന്നാണ് ഒരു ഹിന്ദു ചിന്തിക്കുന്നത്. ഇതുപോലെ താങ്കൾ ഒരു നിരീശ്വരവാദിയായിരിക്കാം, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരായിരിക്കാം, ആ വിശ്വാസം താങ്കൾക്ക് ആവാം. പക്ഷേ അതൊരിക്കലും ഞാൻ ദൈവമില്ല എന്നാണ് വിശ്വസിക്കുന്നത്, ഞാൻ മതം മോശമാണെന്നാണ് വിശ്വസിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ മറ്റുള്ളവർക്കൊന്നും മതം പാടില്ല എന്ന് വിശ്വസിക്കുന്നത് എന്തിനാണ്? ഇവിടെയുള്ള മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ഹിന്ദുക്കളെയും പോലെ നിരീശ്വരവാദികളും മറ്റുള്ളവരെ കൂടി ഉൾക്കൊള്ളാൻ പഠിക്കണം. മറ്റു മതങ്ങളും ഇവിടെ ഉണ്ടാകും, അവർക്ക് അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഉണ്ടാകും, അവരുടേതായ ആചാരങ്ങൾ ഉണ്ടാകും. പബ്ലിക്കിലും പ്രൈവറ്റിലും ആയിക്കൊണ്ട് അവരുടെ ജീവിത രീതി അവർ പാലിക്കുക തന്നെ ചെയ്യും. മതം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ജീവിത രീതിയാണ്. അത് അവൻ്റെ എല്ലാ മേഖലയിലും അത് പ്രതിഫലിക്കും. ഞാനൊരു മുസ്ലിമാണ്, ഞാൻ മാർക്കറ്റിൽ പോകുമ്പോഴും ഒരു മുസ്ലിമാണ്, ഞാൻ സ്കൂളിൽ പോകുമ്പോഴും ഒരു മുസ്ലിമാണ്, ഞാൻ ജോലിക്ക് പോകുമ്പോഴും ഒരു മുസ്ലിമാണ്. ആ മുസ്ലിമായിക്കൊണ്ട് തന്നെ എനിക്കതങ്ങനെ പോകാനും അങ്ങനെ തന്നെ ജീവിക്കാനുമുള്ള അവകാശമുണ്ട്. അത് മറ്റാരെങ്കിലും ഉപദ്രവിക്കുമ്പോഴാണല്ലോ പ്രശ്നം വരിക. അങ്ങനൊരു സംഭവം ഇവിടെ ഇല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ടോളറൻസിൻ്റെ, ഉൾക്കൊള്ളലിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ ഇത്തരക്കാരായ ആളുകൾ പഠിച്ചില്ല എങ്കിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ ഇനിയും നമ്മൾ കേൾക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് വളരെ ബഹുമാനപൂർവ്വം തന്നെ ഇത്തരത്തിലുള്ള ചില കുടുസായ ചിന്തകൾ മാറ്റിവെക്കണം എന്നുള്ളത് ഒരു അപേക്ഷയായി കൊണ്ടുകൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടുതലായി നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.